നമോ നമ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് വ്യക്തി എന്നത് ഒരു സംസ്കാരമാണ്. വ്യക്തി അത് സംസ്കരണം നടക്കുന്ന ഒരു സന്ദർഭം. അതെങ്ങനെയാണ്? സംസ്കരണം എന്ന് പറയുന്നത് ഒന്നിലധികം അവസ്ഥകൾ ഉണ്ടായിരിക്കണം. സംസ്കരിക്കുക, മാറ്റം വരിക എന്നാണ്. അപ്പോൾ ഒന്നിൽ അധികം ഉണ്ടായിരിക്കണം. ആ ഒന്നിൽ അധികം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണോ 3 ആണോ 4 ആണോ എന്നൊക്കെയാണ് പിന്നത്തെ പ്രശ്നം. വാസ്തവത്തിൽ ഇവിടെ ബ്രഹ്മത്തിന് ഏകാവസ്ഥ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മമാണ് ഏകമായിട്ടുള്ളതെന്ന്. പിന്നെയുള്ളതൊക്കെ എത്രയാണ്? 2, 3 എന്നുള്ള ബ്രഹ്മം ഞാൻ പലതാകട്ടെ എന്ന് വിചാരിച്ചപ്പോൾ പലതായി എന്നാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യം. എന്താണ്, എങ്ങനെയാണ് പലതാകുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് എണ്ണം എത്രയാണ് എന്ന്. 1 കഴിഞ്ഞാൽ പിന്നെ പലതാകുക എന്ന് പറയുന്നത് അനന്ത എണ്ണങ്ങളാണ് എന്നർത്ഥം. എന്താണ് ഈ അനന്ത എണ്ണം എന്ന് പറയുന്നതും ഒരു നിശ്ചിത എണ്ണം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം? അനന്തം എന്ന് പറയുന്നത് ആണ് ഏകം കഴിഞ്ഞാൽ പിന്നെ ഉള്ള ആകെപ്പാടെയുള്ള ഒരു എണ്ണം പറയാനുള്ള അനന്തം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് 1 കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവിടുന്ന് ചേർത്തല ടൗണിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 7 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ 6 കിലോമീറ്റർ എന്നൊക്കെ അങ്ങ് പറയും. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ 6 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ 1 എത്രയുണ്ടെന്നുള്ള ധാരണ വെച്ച് അതിനെ നമ്മൾ കൂട്ടി അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ 1 കിലോമീറ്റർ എന്ന് പറയുന്നതിന് നമുക്കൊരു ധാരണയുണ്ടല്ലോ. അപ്പോ ആ 1 കിലോമീറ്റർ എന്നുള്ളത് നമ്മളുടെ വീടിന്റെ കാര്യം പറയുകയാണ്. വീടിന് എത്ര നിങ്ങളുടെ ഫ്രണ്ടേജ് എത്രയുണ്ട്, വീടിന്റെ ഫ്രണ്ടേജ് എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററിലല്ല നമ്മൾ പറയുക. നമ്മൾ എങ്ങനെ പറയും? കിലോമീറ്റർ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുകയില്ല. എന്നാൽ ചേർത്തലേക്കുള്ളത് പറഞ്ഞപ്പോൾ 6 കിലോമീറ്റർ അല്ലെ 7 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ വീടിന്റെ ഫ്രണ്ടേജ് എത്രയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു 25 കിലോമീറ്റർ എന്ന് അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ ഉടനെ പറയും അതിന് ഒരു 10 മീറ്റർ ഉണ്ട്. അപ്പോൾ 100-1 ആയിപ്പോയി ഇല്ലേ? 100-1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പെട്ടെന്ന് മനസ്സിലാകുകയില്ല, നമ്മളുടെ ഉള്ളിലേക്ക് കയറുകയില്ല. അപ്പോൾ കിലോമീറ്റർ ആയിട്ട് പറയാം. 100-1 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ 10 മീറ്റർ ആണ് അതിന്റെ. അങ്ങനെയാണല്ലേ? പെട്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വീടിന്റെ ഫ്രണ്ടേജ്, നമ്മുടെ മുറ്റത്തിന്റെ ഫ്രണ്ടേജ് പറഞ്ഞപ്പോൾ 10 മീറ്റർ ഉണ്ട് നമുക്ക്. റോഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടേജ്, നമ്മുടെ സ്ഥലത്തിന് ഫ്രണ്ടേജ് 10 മീറ്റർ ഉണ്ട്. കൊള്ളാമല്ലോ, നല്ല സ്പേഷ്യസ് ആണല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും ഒരു നമ്മളുടെ പേന എടുത്തിട്ട് ആ പേനയുടെ നീട്ടം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ മീറ്ററിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. അപ്പോൾ അതിനെന്ത് പറയണം? സെന്റിമീറ്റർ എന്ന് പറയണം. പിന്നെയോ ഈ സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ആ പേനയുടെ ടിപ്പ് എത്ര വരും? ശരിക്കും ബോളില്ലേ, ബോൾ പെൻ ആണല്ലോ, ബോൾ പെന്നിന്റെ ആ ബോളിന്റെ വലിപ്പം എത്രയാന്ന് ചോദിച്ചാൽ സെന്റിമീറ്ററിൽ പറഞ്ഞാലും നമുക്ക് മനസ്സിലാകില്ല. അത് ഒരു
അര മില്ലിമീറ്റർ അല്ലെങ്കിൽ 1/4 മില്ലിമീറ്റർ എന്ന് പറയണം. അപ്പോൾ സെന്റിമീറ്ററിൽ പറഞ്ഞു വരുമ്പോഴത്തേക്കും എങ്ങനെ പറയേണ്ടി വരുമെന്നൊന്ന് ഊഹിച്ചു നോക്കണം. അപ്പോൾ 1/4 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്ററിനെ എത്ര കുറച്ചാലും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത വിധത്തിൽ ചെറുതായത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ മീറ്ററാക്കി പറഞ്ഞു. അതിന്റെ ആവശ്യം എന്താണ്? എന്നാലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇത് കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു ക്വാണ്ട, നമ്മളുടെ ആ ഡിസ്റ്റൻസിനെ നമ്മളൊരു ക്വാണ്ടമാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ ഈ സ്കെയില് ഉണ്ടാക്കുന്ന. അങ്ങനെയാണ് മീറ്റർ, കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ടോ ഈ ദൂരത്തിന്റെ ക്വാണ്ടം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അപ്പന്നാണ് പിന്നെ നമ്മൾ നക്ഷത്രത്തിലേക്കുള്ള ദൂരം പറയുകയാണ്. അപ്പോൾ കിലോമീറ്ററും ഒന്നും പറഞ്ഞാലും നമ്മൾ മനസ്സിലാവുകയില്ല നമുക്ക്. അപ്പോഴത്തേക്കും അതിനാണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു. ലൈറ്റ് ഇയർ, ഒരു വർഷം കൊണ്ട് ലൈറ്റ് എത്ര ദൂരം പോകും എന്ന് കണ്ടിട്ടാണ്, ലൈറ്റ് ഇയർ കണക്കാക്കിക്കൊണ്ടാണ് അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് പോകണമെങ്കിൽ 4 ലൈറ്റ് ഇയർ ആണ് അതിൻ്റെ ദൂരം എന്ന് പറഞ്ഞു. ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സൂര്യനല്ല കേട്ടോ, സൂര്യനെ ഒഴിച്ച് അപ്പുറത്തുള്ളത് ഒരു നക്ഷത്രം. അത് 4 ലൈറ്റ് ഇയർ ആണ്. 4 ലൈറ്റ് ഇയർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലായി എന്ന് തോന്നും. മറ്റതും അതുപോലെ തന്നെയാണ്. പക്ഷെ മറ്റേത് നമുക്ക് മനസ്സിലായി എന്ന് തോന്നും എന്നല്ല പറയണം, നമുക്ക് മനസ്സിലായി എന്ന് പറയും. ഈ മനസ്സിലായി എന്ന് തോന്നും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ധാരണയെക്കുറിച്ച് നമുക്കൊരു സംശയം അവിടെ തുടങ്ങും. അതുപോലെയാണ് കൂടുതൽ കൂടുതൽ ദൂരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുമ്പോൾ ലൈറ്റ് ഇയറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്? അത് ഡിസ്റ്റൻസും സമയവും കൂടി ഒന്നിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന്റെ വെലോസിറ്റി അറിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കാരണം അത് ശരിക്കൊരു ഡിസ്റ്റൻസിനെ മാത്രമായിട്ടാണോ പറയുന്നത്, അതോ ടൈം കൂടി ചേർന്നിട്ടൊരു കോമ്പിനേഷൻ ആണോ പറയുന്നത് എന്നുള്ള ഇതിലാണ് നമ്മൾ മനസ്സിലായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് മനസ്സിലായി വരുന്നു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് തോന്നുന്നു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു അനുഭവം ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് ആ മനസ്സിലാകലിന് പോലും വ്യത്യാസം വന്നു. പക്ഷേ നമ്മളവിടെ ടൈമിനെയും സ്പേസിനെയും കൂടെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടാണ് ഒരളവ് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മനസ്സിലായി. എന്നാൽ ഒരു മൈക്രോ മില്ലിമീറ്റർ എന്നൊക്കെ പറയുമ്പോഴും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുക. ടൈമും സ്പേസും ഒന്നും നമ്മൾ സിങ്ക്രണൈസ് ചെയ്യാൻ പോയില്ല. സ്പേസ് തന്നെയാണ് നമ്മളവിടെ പറഞ്ഞതെങ്കിൽ പോലും അത് നമുക്ക് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള ആ കാൽക്കുലേഷനിൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ടൂൾസ് ഉപയോഗിക്കാതെ നമ്മളുടെ ബ്രെയിൻ മാത്രം കൊണ്ട് ബ്രെയിനും ബോഡി കൊണ്ട് നമുക്ക് ഇത്ര സെന്റിമീറ്റർ എന്ന് വെച്ചാൽ കൈ വെച്ചിങ്ങനെ നീട്ടി നോക്കാം, അല്ലെങ്കിൽ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കാം. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ധാരണ വരും. പക്ഷേ അന്നേരവും നമ്മൾ ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോഴും നമ്മളെങ്ങനെയാണ് നമ്മളെ ഫിസിക്കലായിട്ട് ബോഡി കൊണ്ടാണ് ഉപയോഗിക്കണമെങ്കിലും അതിനെ ടൈം എടുത്തുകൊണ്ടാണ് നമ്മൾ കിലോമീറ്റർ മനസ്സിലാക്കുന്നത്. നടക്കാൻ നമ്മൾ നടന്നുകൊണ്ട് നമ്മളുടെ ബോഡിയെ നമ്മൾ നടത്തിക്കൊണ്ട് അതിനുപയോഗിച്ച സമയം അതിന് നമ്മൾ അറിയാതെ തന്നെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കിലോമീറ്ററിനെ മനസ്സിലാക്കുന്നത്. അതിനകത്ത് നമ്മൾ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ ടൈമിനെയും സ്പേസിനെയും സിങ്ക്രണൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. മറ്റേതോ
അതിനെ നമ്മൾ സ്പേസിനെയും ടൈമിനെയും നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ നമ്മളുടെ ഫിസിക്കലായിട്ട് പറ്റാത്ത ഒരവസരത്തിൽ നമ്മൾ താത്വികമായിട്ട് മാത്രം കഴിയുന്ന ഒരവസരത്തിൽ മനസ്സിലായി എന്ന് തോന്നും. മനസ്സിലായില്ല എന്ന് പറയാനും പറ്റുകയില്ല. എന്താ കാര്യം? നമ്മൾ താത്വികമായിട്ട് നമ്മൾ പഠിച്ച കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും ചെയ്താൽ. പക്ഷേ നമുക്കത് ഉള്ളിലേക്ക് അത് ശരിക്കും അതിനുള്ള അവഗമനം ഉണ്ടാകില്ല. അത് കാൽക്കുലേഷനിലൂടെ മാത്രമാണ് നമ്മളിവിടെ തലയിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ കാൽക്കുലേഷൻ മാത്രമല്ല, ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കൂടി അവിടെ ഉണ്ട്. അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിൽ കൂടി എത്തുമ്പോഴാണ് മനസ്സിലാകുക എന്ന്. ആ എക്സ്പീരിയൻഷ്യൽ ലെവലിൽ എത്തുമ്പോഴാണ് വേറൊരു ടൂളില്ലാതെ എന്താണ് നമുക്ക് അത് പ്രയോജനപ്പെടും. നമുക്ക് നമ്മളുടെ ഈ ശരീരം എന്നുള്ള ടൂള്, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറയുന്നത് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ടാണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും ശരീരവും എന്ന് പറയുമ്പോഴും ഈ ചിത്തം എന്നുള്ളത് അതിസൂക്ഷ്മമായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ സൂക്ഷ്മാവസ്ഥയോ അതിൻ്റെ വൈശാല്യമോ ഒന്നും നമുക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ചിത്തം എന്നുള്ളത് വേറൊരു തലത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു കവാടം പോലെ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുകയുള്ളൂ. ചിത്തത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു നമ്മളുടെ ബോധമനസ്സിൻ്റെ നിരാകരണത്തിലാണ് ചിത്തം തുറക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. ബോധ മനസ്സിൻ്റെ ആ നിരാകരണം അവിടെ നടന്നു. അപ്പോൾ ചിത്തത്തിന് അതിൻ്റെ വാതിൽ തുറക്കുന്നു. ചിത്തത്തിനകത്തേക്ക് കയറാനുള്ള വാതിലാണ് ഇവിടെ തുറക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുകൂടി പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ തുറക്കുമ്പോഴാണ് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവിടെ ചിത്തത്തിനകത്ത് തന്നെ കടക്കണമെങ്കിൽ എന്തു വേണം? ബോധമനസ്സ് എന്നുള്ള ആ മേഖലയിൽ നിന്ന് നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന പ്രതീതി. അത് എന്താണ്? അബോധത്തിലേക്ക് പോകുന്ന ഒരു വാതിൽ തുറന്ന് അതിനകത്ത് കയറിയിട്ട് അപ്പോൾ അതിനകത്തുള്ളൊരു ബോധം, അതെന്താണ് പറയുക? അതിനെയാണ് നമ്മൾ ചിത്തത് സ്റ്റോറാണ്. നമ്മളുടെ സംസ്കാരത്തിൻ്റെയൊക്കെ നമ്മൾ ഈ എന്തെന്നാണ് പറയണത്, നമ്മളുടെ ബാക്കപ്പ് എന്ന് പറയുന്നത് പോലെയാണ് ചിത്തത്തിൻ്റെ. അത് കഴിഞ്ഞ് അതിനും അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ വ്യക്തിത്വം വെടിഞ്ഞ് വേറൊരു ലോകത്തിലേക്ക്, അതിന് വേണമെങ്കിൽ നമുക്ക് പൂർവജന്മമെന്നോ ഇനി വരാൻ പോണ ജന്മമെന്നോ ഒക്കെ പറയാം. അപ്പോൾ ഇവിടെ ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അവിടെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ആ യൂണിറ്റുകളെ എത്രമാത്രം ശക്തമായിട്ട് നമ്മൾ അതിനെ ഒരു കെട്ടുപാടുകൾ, അതിൻ്റെ ലിങ്ക്സ് എത്രയാണ് എണ്ണം എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത് അല്ലേ? സംസ്കാരം പലത്. ആ എണ്ണം 1 എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെയുള്ള എണ്ണം അനന്തമാണ്. അതിനാണ് നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞത്. കിലോമീറ്റർ എന്നുള്ളത് 1 എന്ന് പറഞ്ഞു അല്ലേ? 1 കിലോമീറ്റർ. ആ കിലോമീറ്ററിന് നമ്മൾ മനസ്സിലാക്കാൻ എന്ത് പറഞ്ഞു? 1000
മീറ്റർ എന്ന് തിരിച്ചു. അപ്പോൾ 1000 എന്നുള്ളത് ഈ ഒന്നിൽ തന്നെയാണുള്ളത്. പിന്നെ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ആ മീറ്ററിനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടുതൽ കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് അതിന് 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞത് തന്നെയാണ് 100 എന്ന് പറഞ്ഞ് നമ്മൾ ആ ഡിസ്റ്റൻസിനെ ഡിവൈഡ്. അപ്പോൾ 1 എന്ന് പറഞ്ഞത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ 1 എന്നാണ് പറഞ്ഞത്. പക്ഷെ 1 എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? 1000 അതിനകത്ത് ആ 1-ൽ തന്നെ 1000 ഉണ്ട്. പിന്നെ ആ 1000 ചുരുക്കി ആ 1-ൽ തന്നെ പിന്നെയുണ്ട് ഒരു 100. പിന്നെയോ 10 സെന്റിമീറ്ററിന് നമ്മൾ 10 എന്ന് മില്ലിമീറ്റർ ആയിട്ട് മനസ്സിലുണ്ടോ? അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴത്തേക്കും നമുക്ക് 1000-1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ് മൈക്രോമില്ലി. അപ്പോൾ വീണ്ടും 1000, 1000, 100, 10 എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് 1 എന്ന് നമ്മൾ പറയുന്നത് ഏത് സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ടാണോ 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു വരികയാണ് ഞാൻ. 1 തന്നെയാണ്. എന്താണ്? അതിൻ്റെ ഒരു തലത്തിൽ 1 മറ്റൊരു തലത്തിൽ അത് അനന്തമാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഉള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 ഉണ്ട്, അനന്തവുമുണ്ട്. അനന്തം എന്ന് പറഞ്ഞത് ആ അനന്തത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഏതിനെ മനസ്സിലാക്കണം എന്നനുസരിച്ച് നമ്മൾ അതിന് ആരോപിക്കുന്നതാണ് മറ്റെല്ലാം. ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇത്രയും മതി എന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരവും. നമഃശിവായ, നമഃശിവായ.